തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരണം 42ആയി. 4 ആശുപത്രികളിലായി 101 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 20 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. കരുണാപുരത്ത് മരിച്ച 28 പേരുടെയും മൃതദേഹങ്ങൾ ഒരേയിടത്ത് സംസ്കരിച്ചു. സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇത് രണ്ടാം ദിനം. ഇന്ന് നിയമസഭ ചേരുമ്പോൾ വ്യാജമദ്യ ദുരന്തം വലിയ ചർച്ചയാകും. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് കള്ളക്കുറിച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, കൂടുതൽ പേരുടെ മരണവാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പേരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന വാർത്തകളും വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്തൊരു നടുക്കം അതിൽ നിന്ന് മുക്തമായിട്ടില്ല ആരും തന്നെ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് മനേഷ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? സ്മിത, ഇന്നിപ്പോൾ പ്രധാനമായും നിയമസഭ ചേരുന്നു, രണ്ടാം ദിവസം നിയമസഭ ചേരുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷമാണെങ്കിൽ BJP ആണെങ്കിലും DMK ആണെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർത്തിക്കഴിഞ്ഞു. ഇത് ഇന്ന് സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ ഇന്ന് തമിഴ്നാട് നിയമസഭ കടക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൊവ്വാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 2 ദിവസമായിട്ടും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നലെയും എത്തിയില്ല. പകരം മന്ത്രി ഉദയനിധി സ്റ്റാലിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം BJPയുടെ ഭാഗത്തു നിന്നും DMKയുടെ ഭാഗത്തു നിന്നും ഒക്കെയുണ്ട്. ഇന്നലെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും ഇവിടെ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പകരം എത്തിയത് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ. മാത്രമല്ല 2 മന്ത്രിമാർ EVവേലു ആണെങ്കിലും മാ സുബ്രഹ്മണ്യം ആണെങ്കിലും ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇന്ന് എന്തായാലും നിയമസഭയിൽ വലിയ തോതിൽ ചർച്ചയാവുക. മാത്രമല്ല DMKയുടെ അംഗങ്ങൾക്കെതിരെ, MLAക്കെതിരെ, അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെ ഒക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യാജചാരായവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ഇവരുടെ അറിവോട് കൂടിയാണ്, പ്രത്യേകിച്ചും കള്ളക്കുറിച്ചി MLAയുടെ അറിവോട് കൂടിയാണ് ഈ ഒരു വ്യാജചാരായ നിർമ്മാണവും വിതരണവും വിൽപ്പനയും ഒക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് BJPയും DMKയും ആരോപിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇന്നിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സഭയിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. വാഗ്വാദങ്ങൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് സഭയിൽ ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 42ആണ് മരണസംഖ്യ എന്ന് പറയുന്നത്. 101 പേർ നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. അത് കള്ളക്കുറിച്ചിയിലാണ് ഏറ്റവും അധികം ആളുകൾ ചികിത്സയിലുള്ളത്. അതുപോലെ തന്നെ വിഴിപ്പുരത്തും സേലത്തുമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിലും ആളുകൾ ചികിത്സയിലുണ്ട്. ഈ 101 പേരിൽ 20 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ഉള്ളത് കള്ളക്കുറിച്ചിയിലെ ഈ കരുണാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പരമാവധി ഇടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പോലീസ്, അത് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇവിടങ്ങളിലൊക്കെ പോലീസിൻ്റെ ശക്തമായ ബന്ദോബസ്തുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ളൊരു ബന്ദോബസ്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. ഇത് 2-3 ദിവസങ്ങൾ കൂടി സമാനമായ രീതിയിലുള്ള ഒരു പോലീസ് ബന്ദോബസ്ത് ഇവിടെ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അത്ര വലിയ ഒരു ദുരന്തം തന്നെയാണ് തമിഴ്നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ചൊവ്വാഴ്ച രാത്രിയിൽ നടന്ന ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ഈ ഒരു വ്യാജമദ്യ ദുരന്തം എന്ന് പറയുന്നത്. അവിടെ വിതരണം ചെയ്ത മദ്യമാണ് ഈ 42 പേരുടെ ജീവൻ, സ്ത്രീകൾ ഉൾപ്പെടെയാണ് 42 പേർ. ആ 42 പേരുടെയും ജീവനെടുത്തത്. എന്തായാലും നിയമസഭയിൽ ഇന്ന് ചൂടേറിയ ചർച്ചകൾക്ക് എന്തായാലും കാരണമാകും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്നെങ്കിലും ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഒരു സൂചനകൾ. ആ രീതിയിലുള്ള സൂചനകൾ ഇന്ന് വൈകിട്ടോടു കൂടി ഇവിടെ എത്തിച്ചേരുമെന്നുള്ള സൂചനകളുമുണ്ട്. സ്മിത. ശരി, മനേഷ് മൂർത്തിയാണ് കള്ളക്കുറിച്ചിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.